എല്ലാവരും നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ഗാനം ആലപിക്കുമ്പോൾ ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് കാസർകോട്ടെ ഈ ഗായകൻ. കാസർഗോഡ് ബന്തെടുക്ക ശങ്കരമ്പാടിയിലെ ഗോപാൽജി പാടുന്നത് തലകുത്തി നിന്നുകൊണ്ടാണ്. തലകുത്തി നിന്നുകൊണ്ട് 15 മിനിറ്റ് വരെ ശ്രുതിമധുരമായി ഗാനം ആലപിക്കുമ്പോൾ അത്ഭുതം തോന്നാം. തലകുത്തി നിന്നുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ഇദ്ദേഹത്തെ ചാനലുകളും സംഗീത ആസ്വാദകരും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു വരികയാണ്. ചാനലുകൾ ഗാനാലാപന മത്സരങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ഒരിക്കൽ ആ വേദിയിൽ തനിക്കും പാടണമെന്ന് ഗോപാൽജി ആഗ്രഹിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് പ്രാരാബ്ദങ്ങൾക്കിടയിൽ പഠനാവസരം കിട്ടാതെ പോയതിൽ അദ്ദേഹത്തിനിപ്പോൾ വിഷമമില്ല. കേട്ടുപിടിച്ച ഗാനങ്ങൾ താഴ്പിഴ കൂടാതെ ശ്രുതിമധുരമായി ആലപിക്കുന്നു. വിവിധ ഭാഷകളിലെ ഗാനങ്ങൾ അതിൻ്റെ അന്തസത്ത നിലനിർത്തിക്കൊണ്ട് ഗോപാൽജി മനോഹരമായി ആലപിക്കുന്നു. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനാഴിടത്തും നീ പാറിയില്ലേ. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനാഴിടത്തും നീ പാറിയില്ലേ. പള്ളിക്കൂടത്തിന് ഗമ്പടിയില്ലാതെ, പള്ളിക്കൂടത്തിന് ഗമ്പടിയില്ലാതെ പുന്നാര പാട്ടു നീ പാടിയില്ലേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ നമസ്കാരം. കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശമായ ബന്തെടുക്കയിലെ വളരെ വ്യത്യസ്തനായ ഒരു അനുഗ്രഹീത കലാകാരനായി വളരെ പെട്ടെന്ന് പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന താങ്കളുടെ ഈ നൂതനമായ രീതി എങ്ങനെയാണ് മനസ്സിലുദിച്ചത്? അതിന് പരിശീലനമെല്ലാം കിട്ടിയ ആരുടെയെങ്കിലും സഹായങ്ങളോ ഉപദേശങ്ങളോ ഇത് വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? പാട്ടെന്ന് പറയുമ്പോഴേക്ക് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പാട്ട് പാടിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ ചാനലിൽ ഓരോരോ പ്രോഗ്രാമൊക്കെ വരും. പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ആ പ്രോഗ്രാമിലൊക്കെ എനിക്ക് പങ്കെടുക്കണം, ഓരോ ചാനലിൽ കയറണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഐഡിയ സാർച്ചിങ്ങൊക്കെ വന്നു. അപ്പോൾ അതിനൊക്കെ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയില്ല, ഇങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു പിന്നെ നാട്ടിലൊക്കെ. അതിന് ശേഷമാണ് ഈ കോമഡി ഉത്സവമൊക്കെ വരുന്നു. കോമഡി ഉത്സവമൊക്കെ വരുമ്പോൾക്ക് തീർച്ചയായും അതിൽ എത്തിച്ചേരണം.
പിന്നെ ഈ തലകീഴായി നിന്ന് പാടണം എനിക്ക് തോന്നി. എന്നാൽ പിന്നെ അങ്ങനെ വേറെ എവിടെയും പോയില്ല, അങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ ഗാനമാണ് ഞാൻ എടുത്ത് പാടിയത്. അപ്പോൾ ഓരോ വരി പാടിക്കൊണ്ടാണ് ഉണ്ടായത്. പിന്നെ ഈ 2 വരിയായി 3 വരിയായി അങ്ങനെ പാടിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എടുത്ത് പിന്നെ എനിക്ക് തോന്നി ഒന്നും കൂടി ഒരു പാട്ട് വീണ്ടും ഒരു പാട്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു 6 മിനിറ്റ് 7 മിനിറ്റൊക്കെ വരും. അപ്പോൾ 2 പാട്ട് ഒരു സ്പോട്ടിൽ പാടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ധൈര്യമായി. അങ്ങനെ ഫ്ലോറിൽ കയറി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി, പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എത്തി. പിന്നെ 6 മിനിറ്റൊക്കെ ഉച്ചത്തേക്കാന്ന് പറയുന്നത് നല്ല അധ്വാനം ആവശ്യം ഉള്ളതാണ്. അതിനിടയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാടുക എന്നത് പറയുന്നത് അതിനേക്കാളും ശ്രദ്ധയും നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുന്ന കാര്യം. അപ്പോൾ ഈ 2 പാട്ടൊക്കെ തുടർച്ചയായിട്ട് പാടുമ്പോഴേ അത് ശീലം കൊണ്ട് നേടിയെടുത്താണോ അതോ ഈ രംഗത്ത് പ്രശസ്തനാന്നുള്ള വാശിയുണ്ട്? അല്ല, അത് നമ്മൾ ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് പിന്നെ കൂടുതൽ ചെയ്യാൻ ഉള്ളൊരു മെനക്കെട്ടി വന്നു. പക്ഷേ ആദ്യ കാലങ്ങളൊക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഓരോ വരി എടുത്ത് പാടുമ്പോൾ നമ്മളെ ഈ ഭക്ഷണം കഴിച്ച സാധനങ്ങളൊക്കെ മൂക്കിലും ഇതിലെല്ലാം വരും. അപ്പം അത് എനിക്ക് കുറച്ചുകൂടി ഒരു വിഷമമായി. പിന്നെ ഈ പാട്ട് കേട്ട് പഠിക്കുന്നല്ലാണ്ട് ഈ ബാക്കിയുള്ള കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സംഗീതം അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. കേൾക്കുന്ന പാട്ട് അതുപോലെ പാടാൻ ശ്രമിക്കുന്നു. കോമഡി ഉത്സവത്തിൽ പോകാൻ തന്നെ ഇപ്പോൾ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, കൂലിപ്പണിയാണ്. പിന്നെ എൻ്റെ പെങ്ങളും പിന്നെ അമ്മയും കൂടിയാണ് പൈസ തന്നത്. ആദ്യം അമ്മയാണ് എനിക്ക് പൈസ തന്നത്. പോട് മോനെ പോയിട്ട് പാടിയിട്ട് വന്നു പറഞ്ഞിട്ട് അമ്മയാണ് ആദ്യം തരുന്നത്. എൻ്റെ കയ്യിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. നാടിൻ്റെ വെട്ടം കളയരുതേ, മഴയത്തും വെയിലത്തും പോകരുതേ നീ. നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൽ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. എൻ്റെ ഈ 2 മക്കൾക്കും വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിനൊരു വിഷമം തന്നെ ഉണ്ടായിന്. അയ്യോ, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടി, എൻ്റെ ഈ 2 മക്കൾക്കും വിദ്യാഭ്യാസം ഇല്ലല്ലോ. അവർ എന്തെല്ലാം കാര്യം ചെയ്തിട്ട് നമുക്കൊന്നും അത് വിദ്യാഭ്യാസം കിട്ടിയില്ല. ചാനലിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ടി വിയിലെല്ലാം വരുമ്പോൾ ഇവൻ്റെ പരിപാടി കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏതായാലും വിദ്യാഭ്യാസം കിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയും കലയും കിട്ടുന്നത് കൊണ്ട് അതങ്ങ് ദൈവം അനുഗ്രഹിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷവും സങ്കടവും വന്നതിൽ. വിദ്യാഭ്യാസത്തിൻ്റെ പിന്നെ കുറവ് ഞങ്ങൾക്ക് ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ പോലും ജനങ്ങളൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. ഗോപാൽജി വളരെ അധികം നന്നായിട്ട് തന്നെ, ഞങ്ങളിപ്പോൾ ആരും പിന്നെ സംഗീതം പഠിക്കാനോ ഇതൊന്നും പോയിട്ടൊന്നുമില്ല. എല്ലാ പാട്ടും പാടും. മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും കന്നഡ ആണെങ്കിലും എല്ലാ നാടൻ പാട്ടാണെങ്കിലും എല്ലാ പാട്ടും പാടും. അതേപോലെ തന്നെ എൻ്റെ അനുജന്മാർ അവരെല്ലാവരും നന്നായിട്ട് പാടുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ്. കാരവൽ മീഡിയയ്ക്ക് വേണ്ടി ഇത്രയും നേരം ഞങ്ങളടുത്ത് പങ്കുചേരാനും അനുഭവങ്ങളും കലാപാഠവും പ്രകടിപ്പിക്കാനും തയ്യാറായ ശ്രീ ഗോപാൽജിക്ക് ഞങ്ങളുടെ നന്ദി. നമസ്കാരം. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.